നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണല്ലേ? എൻ്റെ കല്യാണത്തിന് അമ്മമ്മ ഒരു മാങ്ങ എപ്പോഴും കൊച്ചങ്ങൾ ഇവിടെ ഓടി നടക്കണതാണ്. നമ്മുടെ വീട്ടിലേക്കൊക്കെ എപ്പോഴും വരുവേ. കുട്ടീനെ കൊണ്ടുവന്നപ്പോൾ തന്നെ, മൃതദേഹം കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം വന്നൊരു പാമ്പ്. പക്ഷേ കൊച്ചങ്ങളല്ലേ വയറുവേന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജീരകം വെള്ളമൊക്കെ സ്വാഭാവികമായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. അവളോട് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ തന്നെ എൻ്റെ മോൻ പോയി എനിക്ക് മനസ്സിലായി ചേച്ചി എന്ന് എന്നോട് പറഞ്ഞ് വായിന്ന് നോരമ്പ ആദ്യം വന്നിരുന്നു. അപ്പോൾ ഒരു വണ്ടിയുമ്പോൾ പോയിട്ട് ആംബുലൻസ് കിട്ടാൻ വേണ്ടി കോടാലിലേക്ക് പോയേ. കുഞ്ഞുമക്കളെല്ലാവരും ഉറക്കത്തിൽ ഒന്നും അറിയാണ്ട് അങ്ങോട്ട് പോയില്ലേ. അൽജോയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ചേച്ചി എപ്പോഴാണ് ഈ ഒരു കാര്യം അറിയണേ? അറിഞ്ഞത് കാലത്ത് ഒരു 7 മണി ആയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അറിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടേക്ക് വന്നിരുന്നു. അപ്പോൾ ഇവളെ ഈ വീട്ടിൽ അയലക്കത്തെ വീട്ടിലാണ് ഇവൾ ഇരുന്നായിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു മോളെ എന്തിട്ടാ പറ്റിയ കുട്ടിക്കെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഒന്നിച്ച് ഹാളിലാണ് കിടന്നത്, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹാളിൽ കിടന്നു. അപ്പോൾ ഉണ്ണികൾക്ക് ഭയങ്കര ഉഷ്ണമായപ്പോൾ അവർ കിടക്കിയെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് അപ്പോൾ അവർ കിടന്ന് ഉറങ്ങല്ലേ എന്ന് വെച്ചിട്ട് ഇവളും നിലത്തേക്ക് പോന്നു കിടക്കുന്നു. അങ്ങനെ പോന്നു കഴിഞ്ഞ് കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 മണിയായപ്പോൾ പറഞ്ഞു എനിക്ക് അമ്മ വയറുവേദന എടുക്കുമെന്ന് പറഞ്ഞു. അത് മാത്രമേ കുട്ടി പറഞ്ഞോളൂ എന്ന് പറഞ്ഞേ. അപ്പോൾ വയറുവേദന എടുക്കുന്നു ഇങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ അവൾ ജീരകം വെള്ളം വെച്ച് കൊടുത്ത് ഒരു ഗുളികയും കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് വേദനയ്ക്കുള്ളത് അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ രണ്ടാളും കിടക്കേ പോയി കിടന്നു എന്ന് പറഞ്ഞ റൂമിൽ. അങ്ങനെ അത്രമാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കേൾക്കാനുള്ള മാനസികാവസ്ഥയും അവൾക്കും അങ്ങനെയല്ലേ. എപ്പോഴും കൊച്ചങ്ങൾ ഇവിടെ ഓടി നടക്കണതാണ്. നമ്മുടെ വീട്ടിലേക്കൊക്കെ എപ്പോഴും വരുവേ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്, മിടുക്കനാണ്. എപ്പോഴും വരും. അതിലെ കനാലിലാണ് എപ്പോഴും വെള്ളം വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഈ താഴത്താണ്, എൻ്റെ വീട് ഈ താഴത്താണ്, കനാലിൻ്റെ താഴത്തായാലും. ഞാൻ എൻ്റെ ആങ്ങളയുടെ വീട് ഇവിടെയാണ്. അപ്പോൾ ആങ്ങളയുടെ ഭാര്യയും കൂടി ഉണ്ട്, എപ്പോഴും അങ്ങോട്ടും വരും. ഇവിടെ എപ്പോഴും പാഞ്ഞ് നടക്കുള്ളൂ അവർ. ഇവർ 2 വർഷമായിട്ടേ ഉള്ളല്ലേ ഈ വീട്? ആ പൊക്കത്തുള്ള ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചായിരുന്നത്. അതിൽ വെച്ചൊക്കെ ആണെങ്കിൽ അതിലാകെ വൃത്തിയില്ലാണ്ട് കിടക്കുന്നത്. അതെന്ന് വെച്ചാൽ കുഴപ്പമില്ലാത്ത വീടായിരുന്നു. ഇങ്ങനൊരു വീട് പണിത് അവർ സുരക്ഷിതമായി കിടക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനൊരു വീട് പണിത്. മൂത്ത കുട്ടിയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ അമ്മയുടെ വീട്ടിലായിരുന്നു. അവർ 3 കൂടി കിടക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം അവർ തന്നെ ആയപ്പോൾ ഇവിടെ കിടന്നു. അങ്ങനെയാണ് ഉണ്ടായെന്ന് പറഞ്ഞ്. ഇപ്പോൾ നമ്മുടെ വീടുകളിലാണ് ചൂട് കൂടുതലായതുകൊണ്ട് നമ്മളും എല്ലാവരും ഒരു മുറിയിൽ ജനലൊക്കെ തുറന്നിട്ട് കിടക്കൂല. അപ്പോൾ അവർ കിടക്കയിൽ കിടന്നില്ല, കിടക്ക ഇവിടെ കൊണ്ടുവന്നിട്ട് കിടന്നു പറഞ്ഞ ഹാളിൽ. അങ്ങനെയാണ് പറഞ്ഞത്. വെള്ളിക്കെട്ടൻ ആ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന ചെറിയൊരു പാമ്പാണ്. അതാണ് ഒരു കുഞ്ഞിൻ്റെ ജീവനെടുത്തത്. അപ്പോൾ ഇന്ന് കാലത്തും കുട്ടീനെ കൊണ്ടുവന്നപ്പോൾ തന്നെ, മൃതദേഹം കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം വന്നൊരു പാമ്പ്. അപ്പോൾ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചായിരുന്നു. അപ്പോൾ പാമ്പിനെ പിടിക്കുന്ന ആളാന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞു ഇനിയുണ്ട് ഇനി അവിടെ കാണൂ കേട്ടോ, ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതിനൊരു കുപ്പി ടിന്നിലാക്കുക ചെയ്തത്. ഇവിടെ പൊതുവെ പാമ്പിൻ്റെ ശല്യം ഉള്ള ഒരു പ്രദേശം ഇല്ല, അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ മയിലൊക്കെ ഇറങ്ങണ നിലയ്ക്ക് ഈ പാമ്പുകളെ മയിൽ പിടിക്കുമെന്നാണ് പറയുക. എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ 4 പുറത്തെ റബ്ബറും തോട്ടങ്ങളും ഇപ്പുറത്ത് വെളുപ്പിൽ ഭയങ്കര കാടായിരുന്നു. അവിടെ താമസമില്ലാത്തത്, അതിലൊക്കെ തീയിട്ടായിരുന്നു. അപ്പോൾ ആ തീ പടർന്ന് എല്ലാം കത്തി കഴിഞ്ഞപ്പോൾ ചൂടെടുത്തപ്പോൾ ഇവിടെ തണവുള്ളിടത്തേക്ക് വന്നതാണോ എന്ന് നമുക്കറിയില്ല. ഈ ഫോറസ്റ്റുകാർ വന്നിട്ട് എന്താ പറഞ്ഞത്? ഫോറസ്റ്റുകാർ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. നമ്മൾ വിഷമത്തിലല്ലേ, അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അവർ വന്നിട്ടുണ്ടായിരുന്നു അന്വേഷണത്തിനൊക്കെ, പോലീസുകാരും പോർഷൊക്കെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല. മൂത്ത കുഞ്ഞിൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചേച്ചി അറിയാം? മൂത്ത കുട്ടീനെ ഇപ്പോൾ കാണിച്ചു എന്ന് പറഞ്ഞു, കണ്ണു തുറന്ന് നോക്കിയെന്നാണ് പറഞ്ഞായിരുന്നത്. ഒരു ഓപ്പറേഷനൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്ന് പറയും. ഇപ്പോൾ ഈ ജൂബിലിക്ക് പോയതുകൊണ്ടും അതുപോലെ തന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചതുകൊണ്ടും അത് വയറിന് വന്ന പ്രശ്നമെന്ന് അമ്മയും അച്ഛനും അങ്ങ് വിചാരിച്ചു. അവർ പുറത്തുനിന്ന് ഇപ്പോൾ അവിടെ ഫുഡ് കഴിച്ചപ്പോൾ അതിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞവർ. നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ കൊച്ചങ്ങളല്ലേ വയറുവേന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജീരകം വെള്ളമൊക്കെ സ്വാഭാവികമായിട്ട് തിളപ്പിച്ച് കൊടുക്കുക, ഗുളിക വേദനയുടെയൊക്കെ കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് കൊണ്ട് ഈ പാമ്പിനെ കാണുമോ, പാമ്പ് കടിക്കുന്നു ഇവർ പറഞ്ഞു. അവരും ചിന്തിച്ചിട്ടില്ലല്ലോ. അവരും നല്ല ഉറക്കത്തിലല്ലേ, 2 മണി സമയത്തല്ലേ. അത് കഴിഞ്ഞ് പിന്നെ വെളുപ്പിന് 5 മണിക്കാണ് അവർ കൊണ്ടുപോയി. അപ്പോൾ അവൾ പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ തന്നെ എൻ്റെ മോൻ പോയി എനിക്ക് മനസ്സിലായി ചേച്ചി എന്ന് എന്നോട് പറഞ്ഞു. വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ നെഞ്ചിൽ കിടന്ന ഇതായി എന്നൊക്കെ പറയുന്നു. അവളെ വിഷമത്തിൻ്റെ ഉള്ളിൽ അവൾ പറയണത് ഇങ്ങനെയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടറും കുഞ്ഞ് പോയി എന്ന് പറഞ്ഞു. പോയി. അവിടെ ചെന്ന് നെഞ്ചിൽ കിടന്നപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അവൾ പറഞ്ഞു എനക്കുണ്ടായിരുന്നില്ല എന്ന്, കുട്ടിക്ക് ഒട്ടും എനക്കുണ്ടായിരുന്നില്ല, വായിൽ നിന്ന് ഒരമ്പതിയും വന്നിരുന്നു. അപ്പോൾ ഒരു വണ്ടിയുമ്പോൾ പോയിട്ട് ആംബുലൻസ് കിട്ടാൻ വേണ്ടി കോടാലിലേക്ക് പോയേ. കോടാലിയിൽ നിന്നാണ് ഇവരെ കാറിനാണ് പോയിന്ന് തോന്നുന്നു. എന്നിട്ട് കോടാലിയിൽ നിന്ന് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി എന്ന് പറഞ്ഞേട്ടെ. വളരെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു കുടുംബമാണ്. അച്ഛന് മക്കളെന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അവൻ നല്ലോണം കുടുംബമൊക്കെ നോക്കി, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് പ്രതീക്ഷയോടെയാണല്ലോ ഈ വീട് പണിതതും, സുരക്ഷിതമായി കിടക്കാൻ വേണ്ടി പണിത വീടാണ്. അപ്പം ആ ചെറിയ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു അവർ സുരക്ഷിതമായിട്ട് കിടക്കാനും ദൈവം അനുവദിച്ചില്ല. എന്താ വിധിവില്ലനായി. നമ്മുടെ ഈ കടമ്പോടാകെ വിഷമത്തിൻ്റെ ദുഃഖത്തിൻ്റെ നടുക്കിലാണ് ഇപ്പോൾ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്, ഓടിക്കളിച്ച് നടക്കുന്ന ഒരു കുഞ്ഞ്, എപ്പോഴും കാണുന്നതല്ലേ നമ്മൾ.
എപ്പോഴും താഴത്താണ്. ഇവരിവിടെ വീടാന്നായാലും നമ്മുടെ അവിടേക്ക് അങ്ങോട്ടാണ് വരിക. താഴത്ത് കനാലിൻ്റെ അവിടെയാണ് കളി, കൂട്ടുകാരും ഒക്കെ ആയിട്ട്. കുഞ്ഞുമക്കളല്ലേ, അവർ ഉറക്കത്തിൽ ഒന്നും അറിയാണ്ട് അങ്ങോട്ട് പോയില്ലേ, ഇതൊരു വിഷമം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണല്ലേ? എൻ്റെ കല്യാണത്തിന് ഇതിലാവും അമ്മമ്മ ഒരു മാങ്ങ എടുത്തോ പറഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച മുമ്പ് ഒരു കൂപ്പൺ ഞാൻ പൈസ കൊടുത്തില്ലായിരുന്നു. അവയിലെ പോണു കുഞ്ഞാ വാങ്ങിച്ചപ്പോൾ എന്നിട്ട് അമ്മേരെ കയ്യിൽ കൊണ്ടു കൊടുക്ക്. അപ്പം അമ്മേരെ പേരെന്താ? രജനി. അപ്പോൾ അപ്പോഴൊന്നും ഇവിടെ വരെ അവിടെ വരെ രജനി രജനി എന്നിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട്. മിടുക്കനായിരുന്നു, പൊതുവെ എല്ലാവരോട് സംസാരിക്കാനൊക്കെ മിടുക്കനായിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു അല്ലേ? ഉള്ള മോൻ. ചേച്ചി എപ്പോഴാണ് അറിഞ്ഞ ഇങ്ങനെ ഒരു കാര്യം? അത് ഇന്നലെ വെളുപ്പിനായിരുന്നു. നമ്മളൊരിക്കലും അത് അങ്ങനെയുള്ളൊരു ദേശത്തിന് സങ്കടം വരുന്ന ഒരു കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ് ദൈവമേ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ, ഈ വീട്ടിലും സമാധാനം ഇനി ഉണ്ടാവട്ടെ. ഇനി ഉണ്ടല്ലോ രണ്ട് കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് കുഞ്ഞ് മിടുക്കനായിട്ട് തിരിച്ചു വരട്ടെ. ഇതൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾക്ക് നാട്ടുകാർ വളരെ സ്നേഹമുള്ള ഒരു ടീച്ചേഴ്സും എല്ലാവരും. ഇവിടെ ഈ പാമ്പിൻ്റെ ഇങ്ങനൊരു സാന്നിധ്യമൊക്കെ കണ്ടോടുകൂടി നിങ്ങൾക്കും ഒരു പേടിയുണ്ടോ? അത് സ്വാഭാവികമല്ല. ഞാൻ പറഞ്ഞു 10 ദിവസത്തേക്കൊക്കെ എല്ലാവരും സൂക്ഷിക്കും. എൻ്റെ പരിസരത്തും എപ്പോഴും ഒരു പാമ്പിനെ കണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഞാനത് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ ആത്മീയമായിട്ട് അതിനെ തടുക്കാനുള്ളതൊരു ഉള്ളിൽ ആത്മീയമായിട്ട് നമുക്കൊരു ഭക്തി ഉണ്ടാവുമല്ലോ, അതിലൊക്കെ അങ്ങനെ ആശ്രയിക്കും. പിന്നെ ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ ആ പറമ്പിലൊക്കെ ഇങ്ങനെ പാമ്പുകളൊക്കെ ആൾപ്പാർപ്പില്ല, ആ പറമ്പിൽ. പിന്നെ ജന്തുക്കൾക്ക് അവർക്ക് മാനുഷിക ബുദ്ധിയൊന്നും ഇല്ലല്ലോ.